ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെടാൻ പോവല്ലേ? നീ ഒരു മറ്റിടത്തേക്കും പോവില്ല. കുറച്ച് നാളായി നിന്നെ ഞാൻ നോക്കി വെച്ചിട്ട്. നോക്കി ഇപ്പൊ മോള് ഹാപ്പി ആയില്ലേ? ചേട്ടാ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നിങ്ങളെ ബോട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേറ്റു. സംഗതി കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാ. എന്നാലും തൽക്കാലം രക്ഷപ്പെടാൻ ഇത് മാത്രമേ വഴിയുള്ളൂ. ബോട്ടിലെ ആളുകളെ വിശ്വസിക്കാമല്ലോ അല്ലേ? 100% വിശ്വസിക്കാം. തമിഴ്നാട്ടിലുള്ള ഒരു ഫിഷിംഗ് ബോട്ടായത്. അവരുടെ യാത്ര ഇനി കൊളംബോയിലേക്കാ. സുരക്ഷിതമായി ചേട്ടനെ അവരോട് എത്തിക്കും. കൊളംബോയിലെത്തിയ പിന്നെ പേടിക്കാനില്ല. ഈ അന്വേഷണത്തിന്റെ ചൂടൊന്ന് തീരുന്നവരെ ഒളിച്ചിരിക്കാൻ ഇതിനേക്കാൾ പറ്റിയ സ്ഥലം വേറെയില്ല. ബോട്ടിലെ ആരും ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കില്ല. അവരുടെ പണം എപ്പോഴേ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഹലോ, അതെ എത്തിയോ? ഒരു 5 മിനിറ്റ്, ഇതാ ഇപ്പൊ വരാം. നിങ്ങൾക്ക് പോകാനുള്ള ടാക്സി വന്നിട്ടുണ്ട്. ടാക്സിയിൽ പോകാനോ? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ടാക്സിയാ നല്ലത്. അതാവുമ്പോ റിസ്ക് ഇല്ല. എല്ലാം നിങ്ങളുടെ മാഡത്തിന്റെ ഏർപ്പാട് തന്നെയാ. എന്നാ പിന്നെ താമസിക്കണ്ട, നമുക്കിറങ്ങാം. വാ പോവാം. വിഴിഞ്ഞത്തേക്കൊന്ന് പോണം. പോർട്ടിലേക്കാണോ? അല്ല, കല്ലുവെട്ടാൻ പറ. സ്ഥലം അറിയാമോ? അറിയാം, കേൾക്കാം. പേടിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ നിങ്ങൾ കയറിക്കോ. താങ്ക് യു. ശരി. ഓക്കെ ബ്രോ. ഓക്കെ ബ്രോ, പോയിട്ടോ. എന്താ ചിപ്പി, കുറച്ചു നേരമായല്ലോ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? കാര്യം എന്താന്ന് പറ. സ്ലീപ്പോറിന്റെ കാര്യം ആലോചിച്ചിരുന്നതാ. അതെന്താ, നീ അമ്മയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അമ്മ സമ്മതിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്റെ വീട്ടിൽ നിന്ന് വേറെ എങ്ങോട്ടും പോവാൻ അമ്മ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എന്നാ പിന്നെ ഇത് വേണ്ടാന്ന് വെക്ക. അയ്യോ, അത് വേണ്ട. എങ്ങനെയെങ്കിലും നമുക്കിത് നടത്തണം. അതിനുള്ള വഴി ആലോചിക്ക്. വേറൊന്നുമില്ല ഇനി ആലോചിക്കാൻ. എന്റെ വീട്ടിലാണെങ്കിൽ മാത്രമേ അമ്മ സമ്മതിക്കൂ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഗൗരിയുടെ വീട്ടിൽ നിന്നല്ലേ? അത് നീ അമ്മയോട് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു. ഞാൻ പിണങ്ങിയും കരഞ്ഞും ഒക്കെ നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല. ഫ്രണ്ട്സിനെയൊക്കെ എന്റെ വീട്ടിലേക്ക് വിളിച്ചോളാൻ അമ്മ പറഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലൊരു ചാൻസ് ഇനി ഉടനെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ചാൻസ് നമ്മൾ മിസ്സാക്കരുത്. ചിപ്പിയുടെ വീട്ടിലേക്ക് വരാൻ ഞങ്ങളുടെ വീട്ടിൽ സമ്മതിക്കില്ല. ഞങ്ങളുടെ വീട്ടുകാർക്ക് ചിപ്പിയുടെ അമ്മയായിട്ട് എന്താ പിണക്കമുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. കുറച്ച് കള്ളത്തരമൊക്കെ കാണിക്കേണ്ടി വരും. അമ്മ എന്തു സമ്മതിച്ച പിന്നെ ഓക്കെയാ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒത്തുകൂടാൻ പോകുന്നത് എന്റെ വീട്ടിലാണെന്നല്ലേ നിങ്ങൾ വീട്ടിൽ പറഞ്ഞേക്കുന്നത്? അതെ, സ്ലീപ്പ് ഓവറിന് നമ്മൾ ഒത്തുകൂടുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ ഇപ്പൊ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങളുടെ വീട്ടിലാണെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താ നിന്റെ പ്ലാൻ? എടി,
സ്ലീപ്പ് ഓവർ എന്റെ വീട്ടിലാണെന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ മതി. അപ്പ സച്ചിയെങ്കിൽ നിങ്ങളെ എന്റെ വീട്ടിൽ കൊണ്ടുവിടും. എന്നിട്ട് എന്റെ വീട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് സ്ലീപ്പ് ഓവർ ചിപ്പിയുടെ വീട്ടിലാണെന്നാണ്. നിങ്ങൾ രണ്ടുപേരും വീട്ടിലോട്ട് വരുന്നുണ്ടെന്നും നമ്മളെ 3 പേരെയും ചിപ്പിയുടെ വീട്ടിലോട്ട് കൊണ്ടുവിടണമെന്നും ഞാൻ അച്ഛനോട് പറയാം. അച്ഛൻ നമ്മളെ 3 പേരെയും ചിപ്പിയുടെ വീട്ടിലോട്ട് കൊണ്ടുവിടും. അച്ഛൻ തന്നെ തിരികെ വിളിച്ചോണ്ട് വരികയും ചെയ്യും. ചിപ്പിയുടെ വീട്ടിലാണ് നമ്മൾ ഒത്തുകൂടിയെന്ന് ആരും അറിയേയില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് കലക്കും. ചിപ്പിയുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടുകാരെയും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് നമ്മളങ്ങോട്ട് വന്നാ നിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടാവോ? ഏയ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചോട്ടെ എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അമ്മ വിളിച്ചോളാനും പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങളാണെന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. ഈ പ്ലാനെങ്ങാനും പൊളിഞ്ഞ വീട്ടിൽ ഞങ്ങൾക്ക് നല്ല വഴക്ക് കിട്ടും. അതൊന്നും സാരമില്ല, നമ്മളത് വീട്ടിൽ പറയാതിരുന്നാ മതി. എല്ലാരും കൂടി എന്റെ വീട്ടിലേക്ക് വന്നാലേ സ്ലീപ്പ് ഓവർ നമുക്ക് അടിപൊളിയാക്കാം. ഞാൻ അമ്മയോട് പറയട്ടെ? നീ പറഞ്ഞോ? നമുക്ക് നിന്റെ വീട്ടിൽ തന്നെ കൂടാം. താങ്ക് യു. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. എന്നാലും കള്ളം പറയാന്നൊക്കെ വെച്ചാ നമ്മുടെ ചിപ്പിക്ക് വേണ്ടിട്ടല്ലേ, ഇത് പൊളിക്കാം. ഓക്കേ, അപ്പൊ സ്ലീപ്പ് ഓവർ ചിപ്പിയുടെ വീട്ടില്. ഇതേതാ സ്ഥലം? എടോ, തന്നോട് ചോദിച്ചു കേട്ടില്ലേ? നമ്മൾ വിഴിഞ്ഞത്തേക്കല്ലേ പോന്നേ? ഒന്ന് അടങ്ങിയിരിക്കും സാറേ. എത്തേണ്ട അടുത്ത് ഞാൻ സാറിനെ എത്തിക്കാം. താൻ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെടാൻ പോവല്ലേ? നീ ഒരു മറ്റിടത്തേക്കും പോവില്ല. കുറച്ച് നാളായി നിന്നെ ഞാൻ നോക്കി വെച്ചിട്ട്.